ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, ഇന്നൊരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ കണ്ടാൽ തോന്നും ഇതെന്താ ഈ സവോളയൊക്കെ കിടക്കണമെന്നല്ലേ. അതിൻ്റെ കഥയൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതാ ചെമ്മീനൊക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളതല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീനെക്കുറിച്ച് ഒരുപാട് അറിവുകളും കാര്യങ്ങളും ഒന്നും എനിക്കില്ല കേട്ടോ. ആദ്യം തന്നെ പറഞ്ഞേക്കാം. പിന്നെ ഞാൻ വെക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എന്നാൽ പിന്നെ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതെല്ലാം ചെമ്മീനെല്ലാം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഇനി അരപ്പൊന്ന് തയ്യാറാക്കണം. ഞാനതിനായിട്ട് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയുണ്ട്, കറിവേപ്പില, നമ്മുടെ കുറച്ച് കുരുമുളകുണ്ട്, പിന്നെ ഇഞ്ചിയുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുക. അതിന് മുന്നോടിയായിട്ട് നമുക്ക് നമ്മുടെ ചെമ്മീൻ്റെ അകത്തോട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയും കൂടി ഇട്ട് കൊടുത്തോളാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ പോയിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അരപ്പെല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതെ, ഈ അരപ്പ് തയ്യാറാക്കുന്ന സമയത്ത് കൊത്തമല്ലിയും നമ്മുടെ ചുമന്ന മുളകും ഒക്കെ കൂടി ഒന്ന് ചൂടാക്കിയിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ ഇച്ചിരി ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു 3/4 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ മതി, അതൊക്കെ ഓപ്ഷനാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ഈ പുളിക്ക് വേണ്ടിയിട്ട് സാധാരണ എല്ലാവരും നാരങ്ങാനീരാണ് ചേർക്കാറ്. അപ്പോൾ എനിക്കത് ചേർക്കാൻ എന്തോ ഒരു മടി പോലെ തോന്നി. അതുകൊണ്ട് തന്നെ ഞാനിവിടെ നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ അതാട്ടോ പിഴിഞ്ഞ് ചേർത്തിരിക്കുന്നത്. ഇനി അതല്ല, ചെറിയ പുളി വേണമെന്നുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുടംപുളി ചേർക്കാം. അതല്ലെങ്കിൽ തക്കാളി അരച്ച് ചേർക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ തക്കാളി വഴറ്റി ചേർക്കുന്നവരുണ്ട്. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം ചേർക്കണോ വേണ്ടയെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എന്താ പറയുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കണം. അപ്പോൾ അതൊരു 10 മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന് നോക്കി. അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ടാവും. പിന്നെ പോയിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം കൂടെ നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിലും വെക്കാവുന്നതേ ഉള്ളൂ. നമുക്കതിനുള്ള ക്ഷമയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം അത് കൂടുതലായിട്ട് പിടിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. അത് തന്നെയല്ല ഇത്തിരി ടേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. പിന്നെ ഡെയിലിയൊക്കെ മീൻ വറക്കുന്ന ചട്ടിയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് പിടിക്കത്തില്ല. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇതിപ്പോൾ ചെമ്മീൻ വറക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ഇതിനകത്തോട്ട് എടുത്തുന്നുള്ളതേ ഉള്ളൂ. അപ്പം തിരികെയാണെങ്കിലും അതിൻ്റെ അകത്ത് എങ്ങനെയും ഒപ്പിക്കണമല്ലോ എന്ന് ഓർത്തുണ്ട്. കാരണം എന്താ പറയുക, നമ്മുടെ പണി എങ്ങനെയും തീർക്കണം എന്നാണല്ലോ നമ്മൾ ചിന്തിക്കാറ്. അപ്പോൾ എത്രയും വേഗം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചട്ടിക്കകത്തോട്ട് വെച്ചത്. അപ്പോൾ ഉള്ള സ്ഥലത്തൂടെ ഉള്ള ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ കിടക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് തിരികെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോൺഫ്ലോറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത്തിരി ആവാനുണ്ടെന്ന് തോന്നി. എന്തായാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി പോരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനെ ഒരു പാത്രത്തിലേക്കാക്കി മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ വറുത്ത് എടുക്കുന്നതിൻ്റെ ബാക്കി എണ്ണയുണ്ടല്ലോ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ട് കൊടുക്കാം. പിന്നെ പോയിട്ട് കുറച്ച് സവോളയാണേ. അത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും സവോളയുടെ ഒന്നും ആവശ്യമില്ല. സാധാരണ നമുക്ക് ഇത്രേൻ്റെ ആ കാര്യവും ഇല്ല. പക്ഷേ എന്നാണെന്നറിയാമോ, ഞങ്ങൾക്ക് ഇവിടെ സവോള ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചോറിൻ്റെ കൂട്ടത്തിൽ വെറുതെ പച്ചയ്ക്ക് കഴിക്കാനും ഇഷ്ടമാണ്. വെറുതെ മീൻ വറുത്തൊക്കെ കോരി എടുക്കുമ്പോഴും ഒരു പ്രത്യേക സ്വാദാണല്ലോ അങ്ങനെ കഴിക്കണേ. അതുകൊണ്ട് 2 സവോള ഇട്ട് അരിഞ്ഞിങ്ങോട്ട് എടുത്ത് എണ്ണയ്ക്കകത്തോട്ടങ്ങ് ഇട്ടേച്ചു കേട്ടോ. നമുക്കിപ്പോൾ ഇത് 2 സവോള വേണമെന്നൊന്നുമില്ല, ഒറ്റ സവോള ഇട്ടാലും മതിയാവും. പിന്നെ ഇഷ്ടമുള്ളവർക്ക് അതിപ്പോൾ ഓരോരുത്തരുടെ താല്പര്യങ്ങളല്ലേ, അപ്പോൾ അതങ്ങനെ പോട്ടെ. അപ്പോൾ ഏകദേശം ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് വഴറ്റിയെടുക്കണ്ട. ഏകദേശം ആ ഒരു പച്ചച്ചൊവ ചെറുതായിട്ടൊന്ന് മാറുന്നിടം വരെ അത്രയും മതിയാവും കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, വേണമെങ്കിൽ നമുക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർക്കാം. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യാൻ നേരത്ത് ഒരുപാട് കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, പച്ചമുളകും വേണമെങ്കിൽ മതി, അതും നിർബന്ധമൊന്നുള്ള കാര്യമല്ല. അപ്പോൾ സവോള ഒത്തിരി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെമ്മീനെ കാണാൻ പോലും ഇല്ല. എന്നാലും ഉണ്ടല്ലോ, ആ ചോറുണ്ണുന്ന സമയത്ത് എന്താ പറയുക, ഇന്ന് വെളിച്ചെണ്ണയിലാണ് കേട്ടോ അത് വറുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെയും സവോളയുടെയും പിന്നെ നമ്മുടെ എന്താ പറയുക ചെമ്മീൻ്റെ എല്ലാം കൂടെ ടേസ്റ്റ് ആകുമ്പോൾ ആ ചോറുണ്ണുമ്പോൾ നല്ല രുചിയായിട്ട് എന്താ പറയുക, നല്ലൊരു പ്രത്യേക രുചിയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചോറിന്. അപ്പോൾ ആ തേങ്ങാക്കൊത്ത് കടിക്കുന്നതും എല്ലാം കൂടി ആകുമ്പോൾ, തേങ്ങാക്കൊത്താണെങ്കിലും ഒരുപാടങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും മറക്കല്ലേ.